ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ സീരീസും സിനിമകളും ഒക്കെ കുറച്ചായിട്ട് കാണാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തുകൊണ്ട് നമ്മൾ പ്ലൂറിബസ് സീരീസ് ഞാൻ ഒരുപാട് നാളായി ഞാൻ പറഞ്ഞായിരുന്നു സീരീസിൻ്റെ കണ്ടിട്ട് റിവ്യൂ ഇടാമെന്ന്. അപ്പം അങ്ങനെ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് അതിൻ്റെ 9 എപ്പിസോഡും തീർത്തിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിക്കറിയാം ഏകദേശം ഒരു വർഷത്തോളമായി സീരീസ് ഇറങ്ങിയിട്ട്, പക്ഷേ അതൊരു അണ്ടർ റേറ്റഡ് സീരീസ് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ റിവ്യൂ ഇടണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. ഒരുപാട് ആളുകൾ ബ്രേക്കിംഗ് ബാഡ് സീരീസ് കണ്ടിട്ടുണ്ട്, എന്നാൽ ഒരുപാട് ആളുകൾ ഇനിയും കാണാനുണ്ട്. അപ്പം കണ്ടവർക്കറിയാം അതിൻ്റെ വില എന്താണെന്നുള്ളതും. നമ്മളുടെയൊക്കെ സീരീസ്, അതായത് നമ്മൾ ആ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ടോപ്പിൽ തന്നെ ഉണ്ടാവും ബ്രേക്കിംഗ് ബാഡ് സീരീസ്. അപ്പോൾ അതേ ക്രിയേറ്റേഴ്സിൻ്റെ വെൻസ് ഗില്ലിഗനും ടീമിൻ്റെയും പുതിയൊരു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അവരിറക്കിയ ഒരു സീരീസാണ് പ്ലൂറിബസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലൂറിബസ് സീരീസ് എന്തുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള പ്രധാന കാരണം തന്നെ ഇതാണ്. ഈ ഒരു ടീമിൻ്റെ, അതായത് ബ്രേക്കിംഗ് ബാഡിൻ്റെ ലെവൽ നമുക്കറിയാമല്ലോ. ഏകദേശം 5 സീസണോളം ഉണ്ട്. അത്യാവശ്യം നല്ല ലാഗ് ഉണ്ട്. എന്നാലും നമുക്ക് ബാക്കിയും കൂടെ കണ്ടിരിക്കാം, അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് കാണാനുള്ള വക എന്തായാലും ആ ഒരു സീരീസിലുണ്ട്. ഓരോ എപ്പിസോഡിൽ അവർ കൊടുക്കുന്നുണ്ട്. അത് മൊത്തത്തിൽ കണ്ടു കഴിയുമ്പോൾ കിട്ടുന്നൊരു ഫീൽ തന്നെ അത് വേറെ ലെവലാണ്. അതേപോലെ തന്നെ ബെറ്റർ കോൾ സോളും ഒക്കെ. അപ്പോൾ ഈ ബെറ്റർ കോൾ സോളിലുള്ള ഒരു മെയിൻ ക്യാരക്ടറാണ് ഇതിലെ നമ്മുടെ മെയിൻ ലീഡായിട്ട് വരുന്ന ആ ഒരു നടി. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടറായ കരോൾ എന്ന് പറയുന്ന ക്യാരക്ടർ അത് ചെയ്തിരിക്കുന്നത് റിയ സിഹോൺ എന്ന് പറയുന്ന നമ്മുടെ ബെറ്റർ കോൾ സോളിൽ തന്നെയുള്ളൊരു ആക്ട്രസ്സാണ്. അപ്പോൾ പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ട് ഇതിനകത്ത് ഒരു 9 എപ്പിസോഡാണ് ടോട്ടൽ സീരീസ് ഉള്ളത്. തുടക്കം തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു വേറൊരു ടൈപ്പ്, ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റ് അല്ലെങ്കിൽ ഒരു അപ്പോക്കലിപ്സ് നടക്കുന്ന സമയമാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിൽ സോംബി ഔട്ട് ബ്രേക്കോ അല്ലെങ്കിൽ എന്താണെന്ന്, അല്ലെങ്കിൽ ഒരു നമ്മുടെ കോവിഡ് അല്ലെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല. പക്ഷേ എല്ലാ ആളുകളും ഓൾമോസ്റ്റ് ലൈക്ക് ഏലിയൻ ഇൻവേഷൻ ആണോ അല്ലെങ്കിൽ എന്താണെന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇതുവരെ കാണിച്ചിട്ടില്ല, ഈ ഒരു സീസണിൽ കാണിച്ചിട്ടില്ല. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും, എല്ലാ രാജ്യങ്ങളിലെയും ഈ ലോകത്ത് ഈ ഭൂമിയിലുള്ള എല്ലാ ആൾക്കാരും 12 പേരൊഴികെ ബാക്കി എല്ലാവരും ഒറ്റ മൈൻഡിൽ കണക്റ്റ് ആവുകയാണ്. അത് എങ്ങനെയാണ് എന്താണെന്ന് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ മെമ്മറി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം ഷെയർ ചെയ്ത് ഒരുമിച്ച് ജീവിക്കുന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ അടുത്തൊരാൾക്കും അറിയാം. ഒരു ഡിസിപ്ലിനായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ജീവിക്കുക എന്ന് പറയുന്ന രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ. അതിൽ ഈ 12 പേരൊഴികെ 12 പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളായിട്ടുള്ള ആളുകളാണ്. അവർ മാത്രം ഇതിലേക്ക് വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് അവർക്കും അറിയില്ല, ആർക്കും അറിയത്തില്ല. അപ്പോൾ അവരെയും കൂടി ഇതിലേക്ക്, ഇവരുടെ കൺസേൺ ഇല്ലാതെ ഇവരെ ഒരിക്കലും ഇതിലേക്ക് ചേർക്കാൻ ഇവരെ കൊണ്ട് പറ്റത്തുമില്ല, ഈ പറഞ്ഞ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് കാണിച്ചിട്ടില്ല. പക്ഷേ അവരെയും കൂടെ കൺവിൻസ് ചെയ്ത്, അപ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ കരോൾ എന്ന് പറയുന്ന ക്യാരക്ടറിനും ഈ ഒരു സംഭവം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കരോളിനെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറ്റേ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നോക്കുന്നതും, കരോൾ അതെങ്ങനെ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കും, ബാക്കിയുള്ള ആളുകൾ പല സ്ഥലങ്ങളിലുള്ള ആളുകളായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും, അങ്ങനെ അതൊക്കെ പറഞ്ഞു പോകുന്നൊരു സീരീസാണ്. തുടക്കം തന്നെ ഒരു ലാബും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നിങ്ങൾ കണ്ടിരിക്കും. എന്നാൽ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ ലാഗുകളുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റിൽ അത് കാണും. എനിക്കത് വലിയ ലാഗായിട്ടോ കാര്യമായിട്ടോ തോന്നില്ല. നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ കണ്ടത്. കാരണം ഇതിൻ്റെ അവസാനത്തെ എപ്പിസോഡ്, 9ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്, അതിൽ ഫ്യൂ ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ. കുറച്ച് ഡയലോഗ്, 1-2 ഡയലോഗൊക്കെ ഉള്ളൂ. പക്ഷേ ബാക്കി മൊത്തം വിഷ്വൽ, അതായത് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ബാക്കി അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ അത് എനിക്ക് ലാഗ് അടിച്ചിട്ടില്ല. ഞാനത് ഇൻട്രസ്റ്റോടെ തന്നെയാണ് കണ്ടതും. അവസാനം ഒരു മുട്ടൻ സംഭവം കൊണ്ട് വെച്ചിട്ടിരിക്കുകയാണ് അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട്. എനിക്ക് അടുത്ത വർഷം എന്തെങ്കിലും കാണുമായിരിക്കും. ഒരു ഭയങ്കര അണ്ടർ റേറ്റഡ് സീരീസായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ വന്നിപ്പം നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഉറപ്പായിട്ടും സീരീസ് കാണുന്ന ആളുകളാണെങ്കിൽ പ്ലൂറിബസ് കണ്ടു തുടങ്ങുക. അടിപൊളി സീരീസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കണ്ടിട്ടുള്ളവർ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. കാണാത്തവർ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക.